കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. കൂടെ ആയിരുന്ന് മനുഷ്യമക്കളെ സ്നേഹിക്കാൻ കടന്നുവന്ന ദൈവത്തിന്റെ രക്ഷാകര രഹസ്യത്തിന്റെ ധ്യാനം മനുഷ്യാവതാരത്തിന്റെ മാധുര്യമേറിയ ഓർമ്മയിൽ തുടക്കമിടുന്ന കാലം. മനുഷ്യാവതാരത്തിന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് യോഹന്നാൻ ശ്ലീഹ നൽകുന്ന ഭാഷ്യം. പരിശുദ്ധനും ദൈവപുത്രനുമായ ഈശോയ്ക്ക് വന്ന് പിറക്കാനുള്ള പരിശുദ്ധ കൂടാരമായി ദൈവം തിരഞ്ഞെടുത്തത് അമലോത്ഭയായ മറിയത്തെയായിരുന്നു. എമ്മാനുവേലായ ദൈവത്തിന്, കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് ഇന്ന് വാസസ്ഥലം ഒരുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതമാകുന്ന കൂടാരങ്ങളാണ് അവിടത്തേക്കായി നാം ഒരുക്കേണ്ടത്. മനുഷ്യജീവനും ധാർമ്മികതയ്ക്കും ദൈവവിശ്വാസത്തിനും വിശുദ്ധിക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത സാമൂഹിക രാഷ്ട്രീയ നിലപാടുകൾക്കും അവയ്ക്ക് സംരക്ഷണത്തിന്റെ കുടപിടിക്കുന്ന കോടതി വിധികൾക്കുമിടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ വെല്ലുവിളികൾക്കെല്ലാം ഇടയിൽ ദൈവം വസിക്കുന്ന പരിശുദ്ധ കൂടാരങ്ങളായി നാം മാറേണ്ടതുണ്ട്. നമ്മൾ അഭയം തേടുന്നവർക്ക് എമ്മാനുവേൽ അനുഭവം പ്രദാനം ചെയ്യാൻ നമുക്കാവണം. നാമും നമ്മോടൊപ്പം ആയിരിക്കുന്നവരും ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് മനുഷ്യാവതാരത്തിന്റെ ഫലമായ സമാധാനം അനുഭവിക്കുന്നവരും സമാധാനത്തിന്റെ വാഹകരുമാകട്ടെ. ഈ മംഗളവാർത്താക്കാലത്ത് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകളെ തിരുപ്പിറവിക്കായി നമുക്ക് സജ്ജമാക്കാം. മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു വേനലെ പട്ടണത്തിൽ. Yes.